Good morning. Be back to the classes. ഒരു 2-3 പ്രോബ്ലം കൂടിയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സസൈസ് പ്രോബ്ലംസിലുള്ള സംശയം കൂടിയും ക്ലാരിഫൈ ചെയ്താൽ വിത്ത് ദാറ്റ് ലിവറേജ് ചാപ്റ്റർ വിൽ ഗെറ്റ് ഓവർ റൈറ്റ്. സോ ബുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണം എനിക്ക്, ബിക്കോസ് ഐ നീഡ് ടു ഗോ ഫോർ എ ടെസ്റ്റ് പേപ്പർ. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് പറയണം. ഫസ്റ്റ് ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണി, പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇപ്പോൾ ലിവറേജും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് അപ്പ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ ഡിവിഡൻറ്റ് ആണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ചിലപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആവും, അല്ലെങ്കിൽ ഡിവിഡൻറ്റ് ചാപ്റ്റർ ആവും. ഡിവിഡൻറ്റ് കുറച്ചും കൂടി ചെറിയ ചാപ്റ്ററാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ക്യാപിറ്റലാണ് ഉള്ളത്. ദാറ്റ് ഈസ് എ വെരി ബിഗ് മോഡ്യൂൾ ടു കംപ്ലീറ്റ്. ഓക്കെ, so let us move to this question. Read the question carefully. ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല ക്വസ്റ്റ്യൻ, അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മാത്രം വിൽ മൂവ് ടു ദ അതർ സൈഡ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EPS if sales are increased by 5%. So remember, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ചേഞ്ച് ഇൻ EPS ആണ്. EPSലുള്ള ചേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തിൽ മാറ്റം വന്നാൽ? സെയിലിൽ മാറ്റം വന്നാൽ. എബിറ്റിൽ മാറ്റം വന്നാലാണ് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ ലിവറേജ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം സെയിൽ ടിൽ EPS. സോ യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ കമ്പൈൻഡ് ലിവറേജ്. ക്ലിയർ? കമ്പൈൻഡ് ലിവറേജ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അതാണ് സെയിൽ തൊട്ടിട്ട് EPS വരെയുള്ള പെർസെൻറ്റേജ് ചേഞ്ച്. ഓക്കെ, so what is given in the question is EBIT 1120 lakhs, profit before tax PBT 320, fixed cost is given as 700. right? അപ്പോൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഈ 3 മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് കമ്പൈൻഡ് ലിവറേജ് എത്തണമെങ്കിൽ ആദ്യം കമ്പൈൻഡ് ലിവറേജിൻ്റെ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. റൈറ്റ്? സോ you can write the question by pausing the time when I have shown the question. ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പോസ് ചെയ്തിട്ട് കാണാം. കാരണം ക്ലിയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല എന്നുള്ളൊരു ഇഷ്യൂ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ, സോ ലെറ്റ് us മൂവ് ടു ദിസ് പാർട്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS, റൈറ്റ്? if sales are increased by 5%. സോ ഞാൻ പറഞ്ഞു നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കമ്പൈൻഡ് ലിവറേജ് ആണ്. കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ sales. Clear? Percentage change in EPS divided by percentage change in sale. അതിൽ percentage change in sale is given in the question. നമ്മൾക്ക് തന്നിട്ടുണ്ട് എത്രയാ? 5%. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് എന്താ? കമ്പൈൻഡ് ലിവറേജ് ആണ്. കമ്പൈൻഡ് ലിവറേജ് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ദ കമ്പൈൻഡ് ലിവറേജ്. ക്ലിയർ? സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം, ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം, കമ്പൈൻഡ് ലിവറേജ് കിട്ടും. ആ കമ്പൈൻഡ് ലിവറേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 ആണ്, 5% ചേഞ്ച്. ഈ ഭാഗത്തെ ആൻസർ കിട്ടും. റൈറ്റ്? സോ അപ്പോൾ നമുക്ക് കാണാനുള്ളത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ക്ലിയർ? വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ? Sales minus variable cost or fixed cost plus profit. ഇതാണ് കോൺട്രിബ്യൂഷൻ. Let us see what is given in the question. ക്വസ്റ്റ്യനിലേക്ക് വരൂ.
ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. 700 lakhs is the ഫിക്സഡ് കോസ്റ്റ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, എബിറ്റും തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷനും ഇല്ല, സെയിൽസിനെ കുറിച്ചും ഇല്ല. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളൊരു ഫോർമുലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ വി ആർ മൂവിങ് ടു ദ അതർ ഫോർമുല. ഏതാണ് ദ അതർ ഫോർമുല? യെസ്, നമ്മളുടെ ഫോർമുല കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് തന്നെയാണ് നമ്മൾ എബിറ്റിനെ പറയുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് എബിറ്റ്. സോ ദാറ്റ് മീൻസ് 700 plus 1120 gives 1820. Clear? Is it clear for you? അപ്പോൾ contribution കിട്ടി. EBIT is already given in the question. I hope you can work out the operating leverage. Operating leverage നമുക്ക് work out ചെയ്യാം അല്ലേ? So let us work out the operating leverage. Operating leverage ആണ് നമ്മൾ work out ചെയ്യുന്ന. Operating leverage is equal to 1820. That means that is the contribution divided by EBIT is 1120. Clear? That is equal to 1.625, which is the operating leverage. Clear? In the next step, we shall work out the financial leverage. Financial leverage is equal to EBIT divided by EBT. EBT is given in the question. Profit before tax is given in the question. Clear? So 1120 divided by 320 will give you 3.50. Clear? 3.50 ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടി. ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. യു ക്യാൻ ഗോ ഫോർ ദ അതർ ഫോർമുല. കമ്പൈൻഡ് ലിവറേജിൻ്റെ ഫോർമുലയിലേക്ക് നമുക്ക് പോവാം. ക്ലിയർ? ഇത് രണ്ടും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. So combined leverage is equal to, formula ശ്രദ്ധിക്കണം, percentage change in EPS divided by percentage change in sales. Clear? So operating combined leverage direct ആയിട്ട് അറിയില്ല. Operating leverage into financial leverage is equal to percentage change in EPS, which is not given in the question, divided by 5. പെർസെൻറ്റേജിൽ തന്നെ ഇട്ടാൽ മതി. ക്ലിയർ? കാരണം ആൻസർ കിട്ടണതും പെർസെൻറ്റേജിൽ തന്നെ ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 1.625 into 3.50 is equal to percentage change in EPS divided by 5. Clear? Percentage change in EPS is equal to 5 into ഒന്നും കൂടിയും ഇവിടെ വർക്കൗട്ട് ചെയ്യണ്ട, താഴത്തേക്ക് വരാം. Percentage change in EPS is equal to 5 into 1.625 into 3.5. Clear? That is equal to
28.437% എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടണം. റൈറ്റ്. ദിസ് ഇസ് ദ വേ ദാറ്റ് യു ഡു ദിസ് പ്രോബ്ലം. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഒറ്റ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലും വർക്കൗട്ട് ചെയ്തത് ഒന്നും കൂടിയും കാണിച്ചു തരാം. From the following information, calculate the percentage change in EPS if sales are increased by 5% എന്നാണ്. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുലയാണ് കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ്. കോൺട്രിബ്യൂഷൻ വർക്കൗട്ട് ചെയ്യാൻ സെയിൽസ് മൈനസ് ഫിക്സഡ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഫോർമുല പറ്റില്ല. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് വേണം. അങ്ങനെ കോൺട്രിബ്യൂഷൻ കണ്ടു. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്തു. ഫിനാൻഷ്യൽ ലിവറേജ് ഓൾസോ വി ഹാവ് കാൽക്കുലേറ്റഡ്. കമ്പൈൻഡ് ലിവറേജിൻ്റെ ഫോർമുല എഴുതി. ചേഞ്ച് ഇൻ എബിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ചേഞ്ച് ഇൻ EPS 5% ചേഞ്ച് സെയിലിൽ ഉണ്ടായപ്പോൾ വാട്ട് ഹാപ്പൻഡ്? 5% ചേഞ്ച് സെയിലിൽ ഉണ്ടായപ്പോൾ വാട്ട് ഇസ് ദ റിസൾട്ട്? ദാറ്റ് ലെഡ് ടു 28.437% ചേഞ്ച് ഇൻ EPS. റൈറ്റ്. അങ്ങനെ എഴുതണം. 5% ചേഞ്ച് ഇൻ സെയിൽസ് ലെഡ് ടു 28.437% change in the EPS because of the fixed cost leverages like fixed cost and debt. Right. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എഴുതുക. Is it clear for you? So we shall move with another question in the next class. Okay. Take care. Bye bye.